ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അവസാന ഘട്ടത്തിൽ. കുറ്റപത്രം 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് SIT. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കും മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. അമൽ തേനമ്പറമ്പിൽ വിശദാംശങ്ങളുമായി ചേരുന്നു നമുക്കൊപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ദിന ആശംസകളും നേരുന്നു. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്കൊക്കെ അന്വേഷണം എത്തുന്നു. പക്ഷേ ഇനിയും ഈ സ്വർണം എവിടെ എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടൽ കടന്നു പോയോ, ഇനി ഇന്നാട്ടിൽ തന്നെ ഉണ്ടോ, ഇത് ആർക്ക് കൊടുത്തു, ഇതൊക്കെ ഇനി കണ്ടെത്താനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എനിക്ക് തോന്നുന്നു വളരെ 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 നിർണായകമായ ഒരു ഘട്ടത്തിലേക്കൊക്കെ അന്വേഷണം കടക്കേണ്ടതുണ്ട് ഈ അവസാന ഘട്ടത്തിൽ, അല്ലേ? ശബരിമലയിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട സ്വർണം എവിടെയുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും ആർക്കും ഒരു വ്യക്തതയില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ അതിനിടയിലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോയ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി എന്നുള്ളതാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല. അതിനാൽ ജാമ്യം കോടതിക്ക് സ്വാഭാവികമായും നൽകേണ്ടി വരും. ആ കേസിലെ പ്രതികളായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും സമാനമായി തന്നെ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലാണ് SIT ഉള്ളത്. അതിനാൽ തന്നെ 2 കേസുകളിലും ദ്വാരപാലക ശില്പങ്ങൾ കാണാതെ പോയതുമായി ബന്ധപ്പെട്ട് ആ കേസിലും അതോടൊപ്പം തന്നെ കട്ടിലപ്പാളി കേസിലും 2 കേസുകളിലും കുറ്റപത്രം 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കാൻ ആണ് ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. അതിവേഗത്തിലാണ് ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. ഇടക്കാല കുറ്റപത്രമാകും. പൂർണ്ണമായുമുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു അവസ്ഥയില്ല. കാരണം ഈ പറയുന്ന സ്വർണം കണ്ടെടുത്തിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ ദുരൂഹതകൾ ഒരുപാട് കോടതി ഉന്നയിക്കുന്ന സംശയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതിനാൽ പൂർണ്ണമായ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല. ഇടക്കാല കുറ്റപത്രമാകും 2 കേസുകളിൽ സമർപ്പിക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു അവസരം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ SIT കരുതുന്നത്. അതിനാൽ തന്നെയാണ് ഈ അതിവേഗത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. സ്വർണം കണ്ടെത്താനുള്ള, നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണം എവിടെയാണ് എന്നത് കണ്ടെത്താനുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ പുരോഗമിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മോദി, ഈ നിർണായകമായ അറസ്റ്റ് ആരിലേക്കൊക്കെ ആയിരിക്കും എന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഈ ഘട്ടത്തിലുണ്ടോ അമൽ? ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ N വാസുവും അതോടൊപ്പം തന്നെ പത്മകുമാറും അടക്കമുള്ളവർ അറസ്റ്റിലാകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം ഈ ശബരിമലയുമായി ചേർന്ന് നിന്നിരുന്ന ദേവസ്വം ബോർഡിന് പ്രധാനപ്പെട്ട പ്രതിനിധികളും അറസ്റ്റിലായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം അറസ്റ്റിലാകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇനിയിപ്പോൾ ആരുടെ അറസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ SITയുടെ റഡാറിൽ ഉണ്ട്. നമ്മൾ പറഞ്ഞു കേട്ട പേരുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും ഒക്കെ ഇരുന്ന ആളുകൾ ഈ പറയുന്ന പട്ടികയിലുണ്ട്. അതിൽ ആരുടെ അറസ്റ്റാകും ഉണ്ടാകുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് പോലെ ഒരു അപ്രതീക്ഷിതമായ നിർണായകമായ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വരും ദിവസങ്ങളിൽ എന്തായാലും അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. മോദി.